പാർലമെന്റിൽ പുതിയ വനിതാ സംവരണത്തിനുള്ള നിയമനിർമ്മാണം ഒരു വിഭാഗത്തെയും രണ്ടായി കാണുകയില്ലെന്നും ആരോടും നീതികേട് കാണിക്കുകയില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിൽ ഇരുന്ന് രാജ്യത്തെ രണ്ടായി മുറിക്കുന്ന കാര്യം പറയരുതെന്നും രാജ്യത്തെ ഒന്നായി കാണാൻ ശ്രമിക്കണമെന്നും പാർലമെന്റിൽ നടന്ന വനിതാ ബിൽ ചർച്ചയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. इस पवित्र जगह से कहना चाहता हूँ, चाहे दक्षिण हो, उत्तर हो, पूर्व हो, पश्चिम हो, छोटे राज्य हो, बड़े राज्य हो, मैं आज एक जिम्मेवारी से कहना चाहता हूँ कि निर्णय प्रक्रिया किसी के साथ भी भेदभाव नहीं करेगी. ये निर्णय प्रक्रिया किसी के साथ अन्याय नहीं करेगी. भूतकाल में जो सरकारें रही और जिनके कालखंड में जो परिसीमन हुआ और जो अनुपात उस समय से चला आ रहा है, उस अनुपात में भी कोई बदलाव नहीं होगा और वृद्धि भी उसी अनुपात में होगी. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസും ഡൽഹിയിൽ നിന്നും ദിലീപും ചേരുകയാണ്. ആദ്യം ഐസൻ ജോസിലേക്ക്. ഐസൻ, ഭാരതം ഇതിഹാസം രചിക്കാൻ പോവുകയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ വ്യക്തമാക്കിയതൊപ്പം ബില്ലിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തിന് അതിശക്തമായ ഭാഷയിലാണ് അദ്ദേഹം മറുപടി നൽകിയതും, അല്ലേ? തീർച്ചയായും സുരേഷ്, പ്രതിപക്ഷത്തിന് ശക്തമായ ഭാഷയിൽ മറുപടി നൽകുമ്പോഴും ഒരു ശാന്തമായ മിതത്വം നിലനിർത്തുന്ന നിലപാട് അദ്ദേഹം കൃത്യമായി പാലിക്കുകയും ചെയ്തു. അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഉണ്ടാകുന്നതെങ്കിൽ കൂടി അതിൻ്റെ ഒരു സാധ്യത, അതിൻ്റെ ആ വിമർശനം കടുപ്പിക്കാതിരിക്കുന്ന ഒരു നീക്കം പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ കൃത്യമായി നമുക്ക് കാണാനും സാധിച്ചിരുന്നു. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ഉത്തരവാദിത്വം നമ്മളുടെ ഒരു പൊതു ഉത്തരവാദിത്വമാണ്. സ്ത്രീകൾക്ക് സംവരണം നൽകുകയും സ്ത്രീകളെ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും ഇനിയും വൈകിയാൽ അത് മാപ്പ് നൽകാത്തൊരു കുറ്റമായി മാറുമെന്നും സ്ത്രീകൾ തങ്ങളോട് ക്ഷമിക്കില്ലെന്നും കൃത്യമായി തന്നെ പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു പാർലമെൻറ്റിൻ്റെ വേദിയിലിരുന്ന് ഈ രാജ്യത്തെ രണ്ടായി കാണരുത്, രാജ്യത്തെ ഒന്നായി കാണാൻ ശ്രമിക്കണമെന്ന കൃത്യമായൊരു നിലപാട് പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തു. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് തങ്ങളുടെ ഭാഗം കുറയുകയോ അല്ലെങ്കിൽ എണ്ണം കുറയുകയോ മെമ്പർമാരുടെ എണ്ണം കുറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷപാതപരമായ നിലപാടുകൾക്ക് വിധേയപ്പെടേണ്ടി വരികയോ ചെയ്യില്ല എന്ന മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് കൃത്യമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിക്കുകയും ചെയ്തു. വീണ്ടും വളരെ കൃത്യമായ പല നിരീക്ഷണങ്ങളും അദ്ദേഹം നടത്തുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 50% വനിതാ റിസർവേഷൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ, പഞ്ചായത്ത് രാജിൽ ഉൾപ്പെടുത്തുകയും പഞ്ചായത്ത് സ്ഥാപനങ്ങളിൽ 50% സ്ത്രീ ശാക്തീകരണം നടക്കുകയും ചെയ്തതോടെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ പൊളിറ്റിക്കലി കോൺഷ്യസായ, അതായത് രാഷ്ട്രീയ ബോധ്യമുള്ളവരായി വളർന്നു വരികയും അവർ വികസനോന്മുഖമായി ചിന്തിക്കുകയും പഞ്ചായത്തിനെ നയിക്കുകയും ചെയ്യുന്ന ബഹുഭൂരിപക്ഷം വനിതകളുണ്ട്. ഇവരെയെല്ലാം നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമാക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ വേഗം വീണ്ടും കൂടും, അല്ലെങ്കിൽ അത് വേഗത വീണ്ടും ആർജിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അത്തരത്തിലുള്ള പല നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി പുറത്തു വരിക തന്നെ ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം അത് അറിയിക്കുക തന്നെ ചെയ്തു. അത്തരത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. ചരിത്രപരമായ ഒരു ഇടപെടലായി ഇത് മാറുകയും ചെയ്യും. അത്തരത്തിൽ ചരിത്രപരമായ ഒരു ഇടപെടലായി മാറുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും, അതായത് പാർലമെൻറ്റിൽ ഹാജരായ അംഗങ്ങൾക്കെല്ലാം തന്നെ ആ ചരിത്രപരമായ നിമിഷത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിൽ ഭാഗ്യം ലഭിച്ച അവരാണെന്ന പേരിൽ അഭിമാനിക്കാമെന്നൊരു നിലപാടും അദ്ദേഹം പറയുകയും ചെയ്തു. സ്ത്രീകളെ സാധാരണക്കാരായി അല്ലെങ്കിൽ സ്ത്രീകളെ വില കുറച്ച് കാണരുതെന്നും സ്ത്രീകൾ വളരെ വലിയ സംഭാവനകൾ നൽകുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതമെന്നും പ്രധാനമന്ത്രി കൃത്യമായും തൻ്റെ പ്രസംഗത്തിൽ പറയുകയും ചെയ്തിരുന്നു. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്നും ദിലീപ് കൂടി ചേരുകയാണ്. ദിലീപ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ വിമർശനങ്ങൾക്ക് മറുപടി, പ്രചാരണങ്ങൾക്കുള്ള മറുപടി തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയതൊപ്പം ചർച്ച ഏത് തരത്തിൽ പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ നിലപാടും ഇരുവിധേനയാണ്. സുരേഷ്, ഇപ്പോഴും ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിലപാടിൽ നിന്നും പിന്നോട്ടില്ല എന്നടക്കമുള്ള കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി ആ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വളരെ ഏകദേശം ഒരു 45 മിനിറ്റോളം മാത്രമേ അദ്ദേഹം സംസാരിച്ചിരുന്നുള്ളൂ. പക്ഷേ പറയുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തത ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ആദ്യം മുതൽക്ക്, അതായത് ബില്ല് 11 മണിയോടെ അവതരിപ്പിക്കാൻ വന്ന മുതൽക്ക് തന്നെ പ്രതിപക്ഷം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ ബില്ല് അവതരിപ്പിക്കാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം ആദ്യം ഉന്നയിച്ചത്. പക്ഷേ പിന്നീടാണ് ലോക്സഭാ
സ്പീക്കർ ഓം ബിർള വോട്ടെടുപ്പിലേക്ക് ബില്ല് അവതരിപ്പിക്കണോ വേണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് വോട്ടെടുപ്പിലേക്ക് കടന്നത്. വോട്ടെടുപ്പിൽ 207 വോട്ട് ലഭിച്ചുകൊണ്ട് തന്നെ ബില്ല് അവതരണത്തിൽ എത്തുകയും ബില്ല് അവതരിപ്പിച്ച കേന്ദ്ര നിയമ സഹമന്ത്രി അർജുൻ വ്യക്തമാക്കിയത് പോലും ഇത് വളരെയധികം അഭിമാനത്തോടെയും ചരിത്രപരമായിട്ടുള്ള കാര്യം ബില്ലാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബില്ല് അവതരിപ്പിച്ചത്. അതിനുശേഷമാണ് KC വേണുഗോപാൽ അടക്കമുള്ള പ്രതിപക്ഷത്തുള്ള ഒട്ടനവധി നേതാക്കൾ ഇതിനെതിരെ രംഗത്തെത്തിയത്. പക്ഷേ അതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം അല്ലെങ്കിൽ ഏറ്റവും വിവാദകരമായുള്ള ഒരു പരാമർശം നടത്തിയത് സമാജ്വാദി പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവാണ്. അദ്ദേഹം പറഞ്ഞ പരാമർശം ഇങ്ങനെയാണ്: മുസ്ലിം വനിതകൾക്ക് സംവരണം നൽകണം എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഭരണഘടനാ വിരുദ്ധപരമായുള്ള ഒരു പരാമർശമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. അതിന് വ്യക്തമായ മറുപടി തന്നെ അപ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഭരണഘടനാപരമായിട്ട് എല്ലാവർക്കും ഒരുപോലെയാണ്. വ്യത്യസ്ത മതത്തിന് അല്ലെങ്കിൽ വ്യത്യസ്ത ജാതിക്ക് പ്രത്യേക ആനുകൂല്യമോ പ്രത്യേക സംവരണമോ നൽകേണ്ട കാര്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് 3 മണിക്കാണ് പ്രധാനമന്ത്രി ലോക്സഭയെ അഭിസംബോധന സംസാരിച്ചത്. വളരെ വ്യക്തമായി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് 2023 നിങ്ങൾ ഈ ബില്ലിനെ അനുകൂലിക്കുകയും പക്ഷേ ഇപ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് ഭാരതത്തിലെ ജനങ്ങൾ കാണുകയാണെന്നും അതിനുള്ള ആ ഒരു ഉത്തരവാദിത്വത്തോടെയാണ് നിങ്ങൾ പെരുമാറേണ്ടതും എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിനെ എതിർക്കുന്നുവെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ വനിതകളെ ചൂഷണം ചെയ്യുന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന രീതിയിലാണ് മോദി വ്യക്തമാക്കിയത്. സുരേഷ്, യെസ്, ദിലീപാണ് വിവരങ്ങൾ.